വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഇവിടെ സമൃദ്ധി ഫെസ്റ്റ് സമാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ വെച്ച് ഇവിടുത്തെ കൃഷി ഓഫീസർ ശ്രീമതി ലത മേരി തോമസിനെ പരിചയപ്പെടുന്നതിന് സാധിച്ചു. അതേപോലെ തന്നെ ഇവരൊക്കെ പഴയ സുഹൃത്തുക്കളാണ്, കുറേ കാലമായിട്ട് ഇവരെല്ലാം അടുത്ത സുഹൃത്തുക്കളാണ്. പക്ഷേ പലരുടെയും പേര് വലിയൊരു പ്രശ്നമാണ്. സാർ അതൊരു പേര് ജോർജ്. ഓക്കെ, ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. എന്തായാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ ജനപങ്കാളിത്തം ഇവിടെ കാണുന്നതിന് സാധിച്ചു. പ്രത്യേകിച്ച് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത് ഈ നാട്ടുകാരെയും ഇവിടുത്തെ രാഷ്ട്രീയക്കാരെയാണ് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത്. കാരണം രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമില്ലാതെ വളരെ നല്ല രീതിയിൽ തന്നെ വളരെ സക്സസ് ആയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോയതായിട്ട് കാണുന്നതിന് സാധിക്കുകയും ചെയ്തു. ജനങ്ങൾ നല്ല രീതിയിൽ പങ്കെടുക്കുകയും ചെയ്തു. അപ്പം മാഡം, ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ നൽകാനുള്ള മെസ്സേജ്, മറ്റുള്ള കർഷകർക്ക് നൽകാനുള്ള മെസ്സേജ്, ഇത് എല്ലായിടത്തും കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വേറിട്ട പ്രവർത്തനമാണിത്. കാരണം ഞങ്ങൾ ആലാവിപണി ഒക്കെ ആഗ്രഹിക്കുന്ന ഇങ്ങനെയുള്ളതാണ്. നമ്മൾ ശരിക്കും ഇത് സമൃദ്ധി ഫ്രൂട്ട് ഫെസ്റ്റ്, അതായത് ഇതിൻ്റെ പേരിൽ തന്നെ നമ്മൾ സമൃദ്ധി വരുത്തിയത് എന്നാന്ന് വെച്ചാൽ തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ്റെ കീഴിൽ സമൃദ്ധി കർഷക സംഘമുണ്ട്. ഈ സമൃദ്ധി കർഷക സംഘത്തിൻ്റെ മനസ്സിൽ വന്ന ഒരു ആശയമാണ് ഫ്രൂട്ട് ഗ്രാമം. ഈ ഫ്രൂട്ട് ഗ്രാമം എന്ന പദ്ധതി നമ്മൾ ഉദ്ദേശിക്കുന്നത് കൃഷി വകുപ്പ്, ടൂറിസം, വ്യവസായം എന്നീ 3 വകുപ്പുകളുടെ സഹായത്തോടെ നമ്മുടെ തോട്ടപ്പുഴശ്ശേരിയെ ഒരു ഫ്രൂട്ട് ഗ്രാമമായി മാറ്റുക. അതായത് നമ്മളുടെ തോട്ടപ്പുഴശ്ശേരിയിൽ കൂടുതലും റംബൂട്ടാന്, മാംഗോസ്റ്റീന് ഇങ്ങനത്തെയുള്ള ഫലവൃക്ഷങ്ങളുണ്ട്. അപ്പോൾ ഇത് കൃഷി ചെയ്യുന്ന കർഷകർക്ക് ലാഭം ലഭിക്കുക, അതായത് ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്ത് അവർ വരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മാക്സിമം ടൂറിസ്റ്റ് മേഖലയായി ഇതിനെ എടുക്കുകയും കൂടാതെ നമ്മുടെ പല വൃക്ഷങ്ങളുടെ കിട്ടുന്ന ഫലങ്ങൾ ഈ ടൂറിസ്റ്റിലേക്ക് മാക്സിമം കൊടുക്കുകയും അങ്ങനെ കർഷകരുടെ ആദായം വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ് പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ ഫ്രൂട്ട് ഫെസ്റ്റ് നമ്മൾ നടത്തിയത് പ്രധാനമായിട്ടും സമൃദ്ധി കർഷക സംഘം, അതായത് 9 അംഗങ്ങളാണ് ഇതിലുള്ളത്. അവർ കൃഷിഭവൻ്റെ കീഴിൽ 2019 ഒരു എക്കോ ഷോപ്പിൽ ഉള്ളതായിരുന്നു. അവരാണ് പിന്നീട് ഈ കർഷക സംഘമായി രജിസ്റ്റർ ചെയ്തത്. അവരുടെ ആശയമാണ് ഈ സമൃദ്ധി പ്രോഗ്രാം. അപ്പോൾ ഈ 9 പേരുടെ സഹായത്തോടെയാണ് നമുക്ക് ഈ ഫെസ്റ്റ് നടത്താൻ സാധിച്ചത്. കൂടാതെ നമ്മുടെ കൂടെ ഏറ്റവും കൂടുതൽ സഹായിച്ച പഞ്ചായത്ത് നമുക്ക് പിന്തുണ തന്നു. കൃഷി ഓഫീസർ എന്ന നിലയിൽ എനിക്കും സഹായിക്കാൻ സാധിച്ചു. അതിൽ ഏറ്റവും ഉപരി ഇവരുടെ ഒരു ആശയമാണിത്. അപ്പോൾ കർഷകർക്ക് അവരുടെ നല്ലൊരു നിലയിൽ അവരെ പ്രോത്സാഹിപ്പിക്കാൻ കർഷകർ തന്നെ മുന്നിട്ട് നിന്നാൽ സാധിക്കും എന്നതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണമാണ് ഈ 3 ദിവസം നടന്ന ഈ സമൃദ്ധി ഫ്രൂട്ട് ഫെസ്റ്റ്. അപ്പോൾ ഇതുപോലെ തന്നെ കർഷകർക്ക് അവരുടെ ആശയങ്ങൾ വെച്ച് മറ്റ് വകുപ്പുകളുമായിട്ട് അവരുടെ സഹകരണത്തോടെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് ഞാൻ ആശംസിക്കുന്നു. സാറ് പറഞ്ഞതിന് മുമ്പായിട്ട് എനിക്കൊരു ചെറിയ കാര്യം പറയാനുള്ളത്. മാഡം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം എൻ്റെ ചിന്തയിലെത്തിയത്, നമ്മൾ അതിരൂക്ഷമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വ്യാപകമായിട്ട് ആൾക്കാർ മരങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എത്രയും വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുമോ അത്രയും വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കേണ്ട സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം കാർബൺ ന്യൂട്രൽ എന്ന് പറഞ്ഞ സങ്കല്പം, എത്രയും പെട്ടെന്ന് നമ്മൾ ആ ഒരു സങ്കല്പവുമായിട്ട് മുന്നോട്ട് നീങ്ങി നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം സംബന്ധമായിട്ട് പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മലയാളികൾ തമിഴിൻ്റെ വിഷം കഴിച്ച് ഇവിടെ ഭയങ്കരമായിട്ടുള്ള ആരോഗ്യ പ്രതിസന്ധിയിൽ കൂടിയാണ് നമ്മുടെ സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ തോട്ടപ്പുഴശ്ശേരിയുടെ ഈ ഒരു നൂതനമായ ഒരു പ്രോജക്റ്റ് എല്ലാ തരത്തിലും അഭിനന്ദനാർഹമാണ്. സാറൊക്കെ ഇതിന് വളരെയധികം സപ്പോർട്ട് ചെയ്തു. കൂടാതെ എനിക്ക് തുടക്കം മുതലേ മിക്കവാറും ആൾക്കാരെ അറിയാം. കാരണം ഇവിടുത്തെ ആദ്യത്തെ നമ്മുടെ വിപണി തുടങ്ങിയ സമയം മുതൽ അതിൻ്റെ കാര്യങ്ങൾ കുറേ കൂടെ ശ്രദ്ധയോടുകൂടി ഞാനും നോക്കുന്നുണ്ട്. നമ്മുടെ ആലാവിപണിയുടെ നമ്മുടെ ഫിലിപ്പ് സാർ, അതായത് മനു സാറും ഒക്കെ ആലാവിപണിയിൽ തുടക്കം മുതൽ തന്നെ ആ ഗ്രൂപ്പിൽ മെമ്പറാണ്. അദ്ദേഹം നമ്മുടെ വിപണിയിൽ എത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സാർ എന്ന് പറഞ്ഞു, ഇവിടെ തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെയും അതുപോലെ തോട്ടപ്പുഴശ്ശേരി കൃഷിഭവൻ്റെയും സഹകരണത്തോടെ സമൃദ്ധി കർഷക സംഘം സംഘടിപ്പിച്ച ഫ്രൂട്ട് ഫെസ്റ്റാണ് ഇവിടെ നടക്കുന്നത്. ഈ ഫ്രൂട്ട് ഫെസ്റ്റിലൂടെ ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം, ഒന്ന്, കൃഷിയില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. കാർഷിക മേഖല ഇന്ന് ധാരാളം പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. അപ്പോൾ കർഷകരെ തിരികെ കൃഷിയിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്നുള്ള വലിയൊരു ഉദ്ദേശം ഞങ്ങൾക്കുണ്ട്. മാത്രമല്ല, ഈ പ്രദേശത്ത് ഈ പമ്പയുടെ തീരം എന്ന് പറയുന്ന ഫലപുഷ്ടിയുള്ള പ്രദേശമാണ്. കൃഷി ഏറ്റവും നന്നായി വിളയുന്ന ഫലപുഷ്ടമായ പ്രദേശമുള്ള ഇത് തരിച്ചിടാതെ കാടും കയറി മറ്റ് ക്ഷുദ്രജീവികളുടെ ഒരു ആവാസം ആകാതെ ഇതിനെ സംരക്ഷിച്ച് കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശം ഞങ്ങൾക്കുണ്ട്. അതോടൊപ്പം കൃഷിക്കാരെ അവർക്ക് ലാഭകരമായ കൃഷിയിടങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, അതിന് പറ്റുന്ന
കാര്യങ്ങൾ, കൃഷി രീതികൾ മനസ്സിലാക്കി കൊടുക്കുക, അതിനുള്ള കൃഷി മെത്തേഡുകൾ എന്താണെന്ന് കൃഷി വകുപ്പിൻ്റെ സഹായത്തോടെ അവരെ ബോധവൽക്കരിക്കുക. പിന്നെ അതോടൊപ്പം തന്നെ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ പ്രോജക്റ്റ് തന്നെ ഒരു 2-3 വർഷത്തിന് മുമ്പ് തന്നെ മനസ്സിൽ ഉണ്ടായ ഒരാശയമാണ്. അത് പഞ്ചായത്ത് ഈ വർഷം ഒരു പ്രോജക്റ്റ് വെക്കാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആ തരത്തിൽ ഒരു വിജയം നേടിയിരിക്കുകയാണ്. പഞ്ചായത്തിനെ കൊണ്ട് ഒരു ഫ്രൂട്ട് ഗ്രാമം എന്ന് പറയുന്ന ഒരു വലിയ പ്രോജക്റ്റിൻ്റെ ആരംഭം കുറിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാലാവസ്ഥാ വ്യതിയാനം വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രകൃതിയെ സംരക്ഷിച്ചേ മതിയാവും. പ്രകൃതിയെ നമ്മൾ ഇണക്കി പ്രകൃതിയെ എങ്ങനെയാണോ നമ്മളെ പണ്ട് സംരക്ഷിച്ചത് അതുപോലെ തന്നെ ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇവിടെ ജീവിക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും മനുഷ്യർക്കും ഉണ്ട് എന്നുള്ള ഒരു വലിയ സന്ദേശം. അതിനുവേണ്ടി മരങ്ങൾ വെട്ടിമുറിക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് ആവശ്യമുള്ള മരങ്ങൾ വെട്ടാതിരിക്കാൻ പറ്റില്ല. പക്ഷേ അതോടൊപ്പം തന്നെ ഒരു മരം മുറിച്ചാൽ ഒരു 10 മരമെങ്കിലും വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു വലിയ സന്ദേശം. അതോടൊപ്പം തന്നെ കാർഷിക മേഖല തിരിച്ചു പിടിക്കാനുള്ള ഒരു വലിയ ശ്രമവും കൃഷി വകുപ്പിൻ്റെയും വ്യവസായ വകുപ്പിൻ്റെയും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സഹകരണത്തോടെ ഈ പ്രദേശം ഒരു ടൂറിസം കേന്ദ്രമാക്കി മാറ്റുവാൻ അതിനുള്ള സാധ്യതകൾ ധാരാളം ഈ പഞ്ചായത്തിലുണ്ട്. നമ്മുടെ അരുവിക്കുഴി വെള്ളച്ചാട്ടം ഉൾപ്പെടെ ചരൽക്കുന്ന്, അതുപോലെ തന്നെ ചരൽക്കുന്നിനടുത്തുള്ള തപസ്സി ഓമലിൻ്റെ ശിവക്ഷേത്രം ഉൾപ്പെടെ പ്രമാടത്തുള്ള ഗുഹാക്ഷേത്രം, അതുപോലെ തന്നെ പമ്പയുടെ തീരത്തുള്ള വള്ളപ്പുരകൾ, ആറന്മുള പള്ളിയോടവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ഇതെല്ലാം കൂടെ യോജിപ്പിച്ചുകൊണ്ട് ഒരു ടൂറിസ്റ്റ് പ്രോജക്റ്റ് സംഘടിപ്പിക്കാനും അതനുസരിച്ച് ഈ ടൂറിസ്റ്റുകളെ ഇവിടേക്ക് ആകർഷിക്കാനും ഞങ്ങൾ ഒരു ശ്രമം ഇടുന്നു. ഈ സമൃദ്ധി ഫ്രൂട്ട് ഗ്രാമം ഈ ഫെസ്റ്റ് അതിലേക്ക് നീങ്ങാനുള്ള ഒരു വഴികാട്ടിയായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സത്യത്തിൽ ഇവിടുത്തെ എല്ലാവരും തമ്മിലുള്ള സഹകരണം കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ സംബന്ധിച്ച് ഇതുപോലെ ഒത്തിരി സ്വപ്നങ്ങൾ കാണുകയും അനേക വർഷങ്ങളായിട്ട് ഒരു പുഴ എങ്ങനെ തിരിച്ചെടുക്കുന്നത്, അതുപോലെ തന്നെ അവിടെ ഒരു പൂമലച്ചാലുണ്ട് അതെങ്ങനെയാണ് തിരിച്ചെടുക്കുന്നത്, അവിടുത്തെ കൃഷി എങ്ങനെയാണ് തിരിച്ചെടുക്കുന്നത് എന്നും പറഞ്ഞ് ഓരോ പ്രോജക്റ്റുകൾ ഇങ്ങനെ ഞാൻ തയ്യാറാക്കും. ഞാനിങ്ങനെ പഞ്ചായത്ത് പോലും മുഖ്യമന്ത്രിക്ക് വരെ അയച്ചു കൊടുക്കും. എനിക്ക് എല്ലായിടത്തുനിന്നും ഒരു തുണ്ടുപേപ്പർ വരും ഇതുപോലെ പരിഗണിക്കുന്നതെന്ന് പറഞ്ഞ്. ഇതുപോലെ വലിയ റിസൾട്ടൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ഇത് ഞങ്ങളുടെ നാട്ടുകാർക്കൂടെ ഇത് കാണുന്നതിനും പ്രയോജനം ഉൾക്കൊള്ളുന്നതിനും എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുന്നതിനും ഇടയാകട്ടെ എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇവിടെ തൊട്ടപ്പുഴശ്ശേരിയിലെ ഫ്രൂട്ട് ഫെസ്റ്റിവലിൻ്റെ സ്ഥലത്ത് വെച്ച് 2 വനിതാ സംരംഭകരെ പരിചയപ്പെടാനായിട്ട് സാധിച്ചു. അമ്മയും മോളുമാണ്. അമ്മയുടെ പേര് മിനി, മോള് നേഹ. വ്യത്യസ്തമായിട്ടുള്ള കുറേ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ഉള്ളത്. ഞാൻ ആ ഉൽപ്പന്നങ്ങൾ ആദ്യം ചെറുതായിട്ടൊന്ന് കാണിക്കാം, പിന്നെ പരിചയപ്പെടുത്തിയാൽ മതി. എന്താണ് നമ്മുടെ യൂണിറ്റ്? എന്താണ് ഞങ്ങളുടെ ഈ ബ്രാൻഡിൻ്റെ പേരെന്ന് പറയുന്നത് ദ സ്പൈസ് ഫിക്ഷൻ എന്നാണ്. ഞങ്ങൾ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 2 ഇയേഴ്സായി. ആദ്യം ഞങ്ങൾ സ്പൈസസിലും ഹണിയിലുമാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നാണ് നല്ല പൗഡേഴ്സ് ആൻഡ് ബാക്കിയുള്ള പ്രോഡക്ട്സിലേക്ക് കയറിയത്. ഞങ്ങളുടെ മെയിൻ USP എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇപ്പോൾ അറിയാം വെളിയിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്ട്സിലൊക്കെ എന്തോരം അഡൾട്രേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് ഉള്ള പ്രോഡക്ട്സ് ആണ് കിട്ടുന്നത് എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങളൊരു അഗ്രിടെക് കമ്പനിയായ ഞങ്ങൾ ഒരു ബ്ലോക്ക് ചെയിൻ ടെക് യൂസ് ചെയ്തിട്ട് ഒരു ട്രേസബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് കസ്റ്റമേഴ്സിന് ഫാം ടു ടേബിൾ ട്രേസ് ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് ആ പ്രോഡക്ട്സിൽ വരുന്നത് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റ് ഹണിയാണ്. ഈ ഹണി നമ്മൾ ഏത് ഫാമാണ്, ഏത് ഫാർമറാണ്, എന്ത് ലൊക്കേഷനിലാണ്, അതിൻ്റെ വെറൈറ്റി ഏതാണ്, ഏത് ബീസാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, വിത്ത് ലാബ് ടെസ്റ്റ് റിപ്പോർട്ടും കൂടാണ് ഞങ്ങളിതിൽ വെച്ചേക്കുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു QR കാണാൻ പറ്റും. ആ QR സ്കാൻ ചെയ്യുമ്പോൾ ഈ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആദ്യം ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞങ്ങളുടെ ഹോൾ സ്പൈസസിലും ഹണിയിലുമാണ്. നമുക്ക് വരുന്ന സ്പൈസസ് എന്ന് പറയുന്നത് കാർഡമം, പെപ്പർ, ക്ലോവ്സ്, പിന്നെ നമ്മുടെ നട്ട്മെഗ് ആൻഡ് ബീസ്. നമ്മുടെ നാട്ടിൽ തന്നെ കർഷകർ ഉണ്ടാകുന്ന സ്പൈസസിൻ്റെ മാത്രമാണ് ഞങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഫാമിൽ നിന്ന് ഡയറക്റ്റ് കാശ്മീരി ചില്ലി, കൊറിയാണ്ടർ പൗഡർ, പിന്നെ ടർമറിക് പൗഡർ. ഇതൊക്കെ ടർമറിക് പൗഡർ ഞങ്ങളുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് പൊടിക്കുന്ന. എവിടെയായിട്ടാണ് ഇത് കൃഷി ചെയ്യുന്നത്? ഞങ്ങൾക്ക് സ്ഥലമുണ്ട്. തടിയൂരുമുണ്ട്, ഞങ്ങളുടെ ഓൺ വീട്ടിൻ്റെ സ്ഥലത്തുമുണ്ട്. അതെ. ആദ്യം നമ്മളിത് ആലപ്പി ടർമറിക് വെറൈറ്റിയിലാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ നെക്സ്റ്റ് ബാച്ച് ചെയ്യാൻ പോകുന്നത് പ്രതിഭ എന്ന് പറഞ്ഞ ടർമറിക് വെറൈറ്റിയിലാണ്. കാരണം അതിൻ്റെ ക്യൂർക്കുമിൻ കണ്ടൻറ്റ് കുറച്ച് കൂടുതലായിരുന്നു അത്. പിന്നെ കാശ്മീരി ചില്ലി വരുന്നത് ഡയറക്റ്റ് കർണാടക ഫാമിൽ നിന്ന് ഡാബി എന്ന് പറഞ്ഞ വെറൈറ്റിയിലാണ് എടുത്തിരുന്നത്. അത് നമ്മൾ ഒട്ടും മായോ ഒന്നും ഞങ്ങൾ എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ല. എന്താണോ നമുക്ക് ഫാമേഴ്സ് തരുന്ന ആ ഒരു ചില്ലി അത് തന്നെ ഉണക്കി പൊടിച്ച് തരികയാണ് നമുക്ക് ചെയ്യുന്നത്. ഇനി
ഞങ്ങളുടെ നെക്സ്റ്റ് ഫേസിൽ ഞങ്ങളുടെ പൗഡേഴ്സിലും ഞങ്ങൾ ഈ QR-ഉം നിങ്ങൾക്ക് ട്രേസ് ചെയ്യാൻ പറ്റും വിത്ത് ലാബ് ടെസ്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ എക്സ്പോർട്ട് ചെറിയ രീതിയിൽ ചെയ്യുന്നുണ്ട്. ലൈസൻസ് എടുത്തിട്ടില്ല. ബാക്കി DHL-ഉം അങ്ങനെയുള്ള നമ്മുടെ കസ്റ്റമേഴ്സ് കൊണ്ടുപോകുന്നുണ്ട്. യെസ്. പിന്നെ ഞങ്ങൾക്ക് വരുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നതാണ് പ്രിസർവേറ്റീവ്സ് ഇല്ലാത്ത പിക്കിൾ, മീറ്റ് പിക്കിൾ, ഫിഷ് പിക്കിൾ ആൻഡ് വെജ് പിക്കിൾസും ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ ഒരു 6 months വരെ ഇരിക്കുന്ന രീതിയിലുള്ള ട്രഡീഷണൽ നാച്ചുറൽ മെത്തേഡ് ഓഫ് പ്രിസർവേഷനാണ്. എക്സ്ട്രാ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നില്ല. മെയിനായിട്ട് നല്ലെണ്ണയും വിനീഗറും നാരങ്ങയൊക്കെ യൂസ് ചെയ്താണ്. ഇതൊരു 6 months-ഓളം ഇരിക്കും ഇത് അടച്ചിരിക്കുവാണെങ്കിൽ. 250 grams-ൻ്റെ ഒക്കെ ആണെങ്കിൽ അതുമാണെങ്കിലും അങ്ങനെ ഇരുന്നത് ഒരു 3 months ഓപ്പൺ ചെയ്തിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ പ്രിസർവ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ഒരു ഭാഗം എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മളതെങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷനൊന്നും നോക്കിയിട്ട് മാത്രമാണ് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. എത്ര ജോലിക്കാരുണ്ട്? ഇപ്പം ഞങ്ങളൊരു 5 പേര്. 5 പേര് ജോലി ചെയ്യുന്നുണ്ട്. നല്ല കാര്യം. നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് പണം ഉണ്ടാക്കാൻ മാത്രമായിരിക്കരുത്, മറ്റുള്ളവരെ കൂടെ സഹായിക്കണം. സ്റ്റാഫിനെ ആക്ച്വലി വേണം ഞങ്ങൾ സ്കെയിൽ അപ്പ് ചെയ്യാൻ പ്ലാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഈ ആലാവിപണി 4ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. എനിക്ക് അതിനകത്തൊന്ന് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർ വളരെയധികം വളർന്നുപോയി. അപ്പം ഞാനും അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ പ്രവർത്തിച്ചതുകൊണ്ട് എൻ്റെയും ജീവിതത്തിൽ ആ ഗ്രാഫ് കുറച്ച് ഉയർന്നിട്ടുണ്ട്. സാമ്പത്തികമല്ല ഞാൻ പറയുന്നത്, എന്നാലും സമൂഹത്തിൽ കിട്ടുന്ന ഒരു ബഹുമാനം, പലയിടത്തും കിട്ടുന്ന അങ്ങനെ പല പല കാര്യങ്ങളിൽ. അതിലുപരി ഇത്രയും ചെറുപ്പക്കാരായ കുട്ടികൾ, നമ്മുടെ കുട്ടികളാണെങ്കിലും അത് സമൂഹത്തിലുള്ള കുട്ടികളായാലും ഈ കൃഷിയെയും പ്രകൃതിയെയും സ്നേഹിക്കുന്ന കുട്ടികളാകണമെന്നും ഒരു നിർബന്ധമുള്ളത് കൊണ്ട് എനിക്ക് അവൾ അത് ചെയ്തപ്പോൾ നോ പറഞ്ഞില്ല. അതൊരു നല്ല കാര്യമാണ്. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള കുട്ടികൾ പ്രകൃതിയെ സ്നേഹിക്കട്ടെ, അഗ്രികൾച്ചറിനെ സ്നേഹിക്കട്ടെ, കൃഷിയെ സ്നേഹിക്കട്ടെ. അതൊരു നല്ല പാഠമാണല്ലോ, അനുഭവ പാഠം നമുക്കും നമ്മുടെ സമൂഹത്തിനും ആകട്ടെ. എനിക്ക് കുറേ കൊച്ചു കൂട്ടുകാരുണ്ട്. എൻ്റെ അടുത്തൊരു സ്കൂളുണ്ട്. ആ സ്കൂളുമായിട്ട് ചേർന്ന് ഞങ്ങളുടെ ആലാവിപണിയുടേതായിട്ട് കുറച്ച് പ്രോജക്റ്റുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ സ്കൂളിലേക്ക് ഒരു ട്രോളി ബ്രഷ് കട്ടറൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. 2.25 ഏക്കറോളം സ്ഥലമുള്ള ആ സ്കൂള് നല്ല വൃത്തിയായിട്ട് ആ കുട്ടികൾ അതിൻ്റെ പരിസരങ്ങൾ വൃത്തിയാക്കുന്നുണ്ട്. അതേപോലെ തന്നെ റോഡ് സൈഡിൽ ഞങ്ങൾ 10-30 ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അവിടെ എല്ലാം ഈ കുട്ടികൾ പോയി വൃത്തിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരതിനെ കരുതുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട്. സ്കൂളിലും ഞങ്ങളുടെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ പ്രോജക്റ്റുകൾ കുട്ടികൾ നല്ല രീതിയിൽ വളരത്തക്ക രീതിയിൽ നല്ല നല്ല പ്രോജക്റ്റുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും മറ്റന്നാൾ ദൂരദർശൻ്റെ ഒരു അരമണിക്കൂർ പ്രോഗ്രാമിന് വേണ്ടി ഒരു ഷൂട്ടിംഗ് വരുന്നുണ്ട് ഞങ്ങളുടെ. അതിനകത്ത് കുട്ടികളുടെ കുറേ പ്രോഗ്രാമുകൾ ഒക്കെ, അവരുടെ കുറേ ആക്ടിവിറ്റീസൊക്കെ അതിനകത്ത് വരും. എന്താണ് അവർ ചെയ്തുകൊണ്ടിരുന്നതെന്നുള്ളത് എന്തായാലും പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. ഓക്കെ, വെൽക്കം. സാറേ പേരെങ്ങനെ? എൻ്റെ പേര് KS ആൻ്റണി. വീട് എവിടെയായിട്ടാ? വീട് റാന്നി അത്തിക്കേ. അത്തിക്കത്ത് എത്ര ഏക്കർ സ്ഥലത്താണ് കൃഷിയുള്ളത്? 10 ഏക്കറോളം ഉണ്ട്. എന്തിൻ്റെ കൃഷിയാണ് ഉള്ളത്? ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ. ഫോൺ നമ്പർ ഒന്ന് പറയാമോ? 9447116731. ഓക്കെ. വേറെ എവിടെയെങ്കിലും കൃഷികളൊക്കെ ഉണ്ടോ? ചോദ്യം മനസ്സിലായില്ല. ഓക്കെ. നമ്മൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തൈകൾ ചെയ്യുന്നുണ്ട്, പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇതുപോലെ എക്സിബിഷൻ നടക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ പോകാറുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ്. ഇത് തുടക്കമായിരിക്കട്ടെ. തീർച്ചയായിട്ടും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഫോൺ നമ്പർ കിട്ടിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഗ്രൂപ്പിലേക്ക് കൂടെ ആഡ് ചെയ്യാം. നമ്മുടെ നാടിൻ്റെ പല ഭാഗങ്ങളിലും ചെല്ലുമ്പോൾ അടുത്ത സുഹൃത്തുക്കളെ അവിടെ കാണുന്നത് വളരെ സന്തോഷകരമാണ്. ശ്യാമിച്ചാനും ഞാനും ഒരേ സമയത്ത് LLBക്ക് പൂനെയിൽ പഠിച്ചിരുന്നവരാണ്. ശ്യാമിച്ചാൻ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ്. സമൃദ്ധി ഫ്രൂട്ട് ഫെസ്റ്റിവലിൻ്റെ പ്രധാനപ്പെട്ട സംഘാടകരിലും നടത്തിപ്പുകാരിലും ഒരാളാണ്. ശ്യാമിച്ചാനൊക്കെ ഇവിടെ വന്ന് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നും. ശ്യാമിച്ച, ആദ്യം അഭിനന്ദനങ്ങൾ. ഇത് ഒരു പഴവർഗ്ഗങ്ങൾ നാടെങ്കും വളർത്തുന്ന നിങ്ങളുടെ ഈ പ്രോജക്റ്റിന് എല്ലാവിധ ആശംസകളും. ഒരു മെസ്സേജ് ഞങ്ങളുടെ നാട്ടുകാർക്കൂടെ നൽകാം. ഞങ്ങൾ ശുദ്ധജലമുള്ളത് ഞങ്ങൾ നശിപ്പിച്ചിട്ട് പ്രതികരിക്കാത്ത ജനതയാണ് ഞങ്ങൾ. അതേപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലെ കൃഷികളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, പന്നി കയറിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങനെ വലിയ അരക്കമൊന്നുമില്ല അതൊന്നും കണ്ടിട്ട്. ശ്യാമിച്ചാൻ എന്തെങ്കിലും ഞങ്ങളുടെ നാട്ടുകാരെ ഒന്ന് ഉപദേശിക്കാറുണ്ടോ? തീർച്ചയായിട്ടും ഒരു കാര്യത്തിനകത്ത് സന്തോഷമുണ്ട്. കാരണം ഒരു നാട് എപ്പോഴും അതിൻ്റെ ഗ്രാമീണ ജീവിതം സമ്പുഷ്ടമാകുന്നത് കൃഷിയിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു സംരംഭത്തിലൂടെ മാത്രമേ ഇനി സാധിക്കത്തുള്ളൂ. എന്നാൽ കൃഷി അധിഷ്ഠിതമായ സംരംഭങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ടൂറിസം, അതുപോലെ തന്നെ വ്യവസായം,
അതുപോലെ തന്നെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒരുമിച്ച് നിൽക്കാനുള്ളൊരു മനസ്സ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഗ്രാമീണ ജീവിതത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുന്നു. ഈ യാഥാർത്ഥ്യത്തെ എപ്പോൾ ഒരു ജനത മനസ്സിലാക്കുന്നു, അപ്പോഴാണ് ആ ജനതയ്ക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു ഊർജം ലഭിക്കുന്നത്. ശ്യാമേജ, ഞാനിവിടെ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഒരുപക്ഷെ ഇതൊക്കെ നടത്തുന്നതിൻ്റെ പിന്നിൽ പല രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാർ കാണും. പക്ഷേ ഇവിടെ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം കണ്ടില്ല. ഇവിടെയുള്ള ആരെ ഒരു പരിധിക്കപ്പുറമായിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കൊടികളോ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ പടങ്ങളോ ഒന്നും കണ്ടില്ല. ഇത് ജനങ്ങളുടെ ഒരു ഫെസ്റ്റിവലായിട്ട് ഇവിടെ നടത്തുന്നത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. കാരണം ഒരു നാട് എപ്പോഴും മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായ രാഷ്ട്രീയ അഭിപ്രായങ്ങളോ അഭിരുചികളോ ഒക്കെ ഉള്ളവരാണെങ്കിൽ കൂടി നാടിൻ്റെ പുരോഗമനം കാക്ഷിക്കുന്നവർ ഒന്നിച്ചു നിന്ന് ചില കാര്യങ്ങൾ, ചില പൊതു ഇടങ്ങൾ സൃഷ്ടിക്കണം. പൊതു ഇടങ്ങൾ സൃഷ്ടിക്കാത്തിടത്തോളം കാലം സങ്കുചിതമായിരിക്കുന്ന എല്ലാ ബോധ്യങ്ങളും സ്വാഭാവികമായിട്ട് ചെന്ന് അവസാനിക്കുന്നത് ഒരു വ്യക്തിയിലേക്കായിരിക്കും, വ്യക്തിയുടെ സ്വാർത്ഥതയിലേക്കായിരിക്കും, വ്യക്തിയുടെ അധികാരങ്ങളിലേക്കായിരിക്കും. ആ അധികാരങ്ങൾ ജനാധിപത്യത്തെ ദുഷിപ്പിക്കുമെന്നുള്ളതല്ലാതെ ജനാധിപത്യത്തിൻ്റെ എല്ലാ ഊർജവും നഷ്ടപ്പെടുത്തി നിരാശപ്പെടുത്തുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാമെന്നല്ലാതെ മറ്റൊന്നും സാധിക്കില്ല എന്ന തിരിച്ചറിവിലായിരിക്കാം ഒരു മധ്യവർഗ സമൂഹവും പൊതുബോധമുള്ള സമൂഹവും പൊതു ഇടങ്ങൾ സൃഷ്ടിക്കുവാൻ തയ്യാറായി മുന്നോട്ട് വന്നത്. തോട്ടപ്പുശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിരിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ, ഇടത് വലത് BJP അങ്ങനെയുള്ള വ്യത്യാസങ്ങൾക്കും അപ്പുറത്ത് ഇതൊന്നിച്ചു കൊണ്ടുപോകുവാൻ അത് ഇനി മറ്റു മേഖല മാത്രമല്ല, കേരളത്തിൻ്റെ ഏത് പ്രദേശത്തും ഇത് മാതൃകാപരമാക്കേണ്ടതാണ് എന്ന് മാത്രമേ എനിക്ക് പറയാം. ഇവിടെ നമ്മുടെ സമൃദ്ധി ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്ത് തിരുവിതാംകൂർ തേൻ ഉൽപ്പാദക സംഘം എന്ന് പറഞ്ഞൊരു സൊസൈറ്റി കണ്ടു. ജേക്കബ് മാത്യു, വർഗീസ് മാത്യു രണ്ടുപേരും ഇവിടെ ഇരുന്ന് ചെറുതേനും വൻതേനും ഒക്കെ വിൽക്കുന്നു. അതിൻ്റെ ഇടയിൽ പല ആൾക്കാരും പറഞ്ഞതുപോലെ ഇതിൻ്റെ ബോക്സുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആൾക്കാർക്ക്, നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് അറിയാനായിട്ട് താല്പര്യമുണ്ട്. ഒന്ന് വിശദീകരിക്കുന്നത് എന്തായിരിക്കും? ഞങ്ങളുടെ ഈ സൊസൈറ്റി കാട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ സപ്പോർട്ടോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. ഇത് കൂടാതെ ഹോർട്ടികോർപ്പിൻ്റെ അംഗീകൃത ബി ബ്രീഡറുകളാണ്. അതായത് ഹോർട്ടികോർപ്പിന് ആവശ്യാനുസരണം തേനീച്ചപ്പെട്ടി, അനുബന്ധ ഉപകരണങ്ങളും തേനീച്ച കോളനികളും ഞങ്ങൾ വിതരണം ചെയ്യാറുണ്ട്. ഈ ഞങ്ങളുടെ യൂണിറ്റിൽ തേനീച്ച കർഷകർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും, തേനീച്ചപ്പെട്ടി, എക്സ്ട്രാക്ടർ, ബി വെയിൽ, സ്മോക്കർ, കത്തി എന്നിവ മുഴുവനായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ ചെറുതേനീച്ചപ്പെട്ടി, ചെറുതേന്, അതിൻ്റെ കോളനികൾ എല്ലാം. ഒരു തേനീച്ച കർഷകന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹകരണങ്ങളും ഞങ്ങൾ ചെയ്യുന്നതാണ്. ഒന്ന് പറഞ്ഞാലേ. ഞങ്ങളുടെ സൊസൈറ്റി 2016 രജിസ്റ്റർ ചെയ്ത് തുടങ്ങിയതാണ്. ഹോർട്ടികോർപ്പിൻ്റെ ബ്രീഡർഷിപ്പോട് കൂടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. പുതിയതായി കടന്നു വരുന്ന കർഷകർക്ക് ക്ലാസ് എടുക്കുന്നതിനും അനുബന്ധമായിട്ടുള്ള കോളനികൾ, കാര്യങ്ങൾ, അനുബന്ധ ഉപകരണങ്ങളെല്ലാം വിതരണം ചെയ്യുന്നതിന് ഞങ്ങളുടെ സൊസൈറ്റി റെഡിയാണ്. കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെയും ഹോർട്ടികോർപ്പിൻ്റെയും സഹകരണത്തോടു കൂടിയാണ് ഞങ്ങളുടെ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വിജയകരമായി തന്നെ മുന്നോട്ട് പോകുന്നു. തേനധിഷ്ഠിത മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, ഹണി സോപ്പ്, വാക്സ് തുടങ്ങിയവ ഉപയോഗിച്ചുള്ള ക്രീമുകൾ എല്ലാം ഞങ്ങൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. ആവശ്യക്കാർക്ക് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട അവിടെ നിന്ന് വാങ്ങാം, അല്ലാത്തവർക്ക് ഞങ്ങൾ കൊറിയർ വഴിയൊക്കെയും സപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഫോൺ നമ്പർ എടുത്തിട്ടുണ്ട്. ഫോൺ നമ്പർ പുറകിൽ ഫോട്ടോ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം എന്തായാലും ഞാൻ ആ ഫോൺ നമ്പർ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. അപ്പം എൻക്വയറി ഒക്കെ വരുന്ന പറഞ്ഞാൽ കൊടുക്കാൻ പറ്റും. നമ്മുടെ മുണ്ടങ്കാവ് വിപണിയുടെ പ്രദേശത്ത് താമസിക്കുന്ന സുരേഷ് സാറ്, റെയിൽവേ ജോലി ചെയ്യുന്ന സുരേഷ് സാറ് തോട്ടപ്പുഴശ്ശേരിയിലെ ഫെസ്റ്റ് കാണാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കാട് വീശി ഇവിടെ ഉണ്ടായിരുന്നു. അതായത് ഈ പുല്ലൊക്കെ കട്ട് ചെയ്ത് കളയുന്ന സാധനം. അപ്പോൾ സാറ് പറയാമായിരുന്നു അത് പമ്പയെന്ന് പറഞ്ഞാൽ ഇന്നലെ മേടിച്ചായിരുന്നു, അത് എക്സലൻ്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ ഇവിടെ വെച്ച് തന്നെ ഒരു വീഡിയോ തന്നിട്ട് പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്കൊരു എക്സർസൈസ് ആകും ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ. ഈ കാടൊക്കെ പോവുകയും ചെയ്യും. സാറ് പുറകാലെ അത് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്ത് അയച്ചു തരും. അന്നേരം ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്തേക്കാം ഈ വീഡിയോയിൽ. സാർ എങ്ങനെയുണ്ട് അതിൻ്റെ പെർഫോമൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ? സൂപ്പറാണ്. കാരണം ഈ പുല്ലുവെട്ടി എന്ന് പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ അല്ലെങ്കിൽ കേട്ടപ്പോൾ ഞാൻ ഇത്രയും ഇതിൻ്റെ യൂസ് ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല. കാരണം ഇത് വാങ്ങിച്ച് ഉപയോഗിച്ചപ്പോൾ
അത് വളരെ വളരെ എഫിഷ്യൻ്റായിട്ടുള്ളൊരു ഉപകരണമാണിത്. എന്നാൽ അത്ര ഷാർപ്പായിട്ട് നമുക്ക് തോന്നില്ല. പക്ഷേ ഇത് ഉപയോഗിച്ച് നോക്കുക. തീർച്ചയായും ഇതിൻ്റെ ഒരു വീഡിയോ, ഇത് ഉപയോഗിക്കുന്ന ഒരു വീഡിയോ ഞാൻ ജെയിംസ് സാറിന് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എങ്ങനെ അത് നമ്മുടെ പറമ്പിൽ വൃത്തിയാക്കപ്പെടുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടി. സാറേ, നമ്മൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഇവിടെ വെച്ച് ഞാനും ഒരാളുമായിട്ട് ഇച്ചിരി വാക്കുതർക്കമൊക്കെ ഉണ്ടായി. ഈ കളനാശിനി ഉപയോഗിക്കുന്നതിൽ നിന്ന് എങ്ങനെയെങ്കിലും ആൾക്കാരെ പിന്നിലേക്ക് മാറ്റണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഞാനൊരാളിനോട് പറഞ്ഞു ഇങ്ങനെ കളനാശിനി ഒന്ന് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ നിന്ന് ഭയങ്കരമായിട്ട് ന്യായീകരിക്കുവാണ്. അപ്പോൾ ഞാൻ ആ പുള്ളിയോട് തന്നെ തിരിച്ചു ചോദിച്ചു, 1980-കളിൽ നമ്മളോട് പറഞ്ഞു നിങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. ഇപ്പം പറയുന്നത് വെളിച്ചെണ്ണ കുടിച്ചോളാൻ സിദ്ധൌഷധമാണെന്ന്. കാരണം ഒരു പരിധിക്കപ്പുറം മറ്റുള്ള പല ആൾക്കാരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അത് കോർപ്പറേറ്റുകളുടെ ഒരു കളിയാണ്. അപ്പം ഇതാകുമ്പോൾ നമുക്ക് ശരീരത്തിനൊരു എക്സസൈസ് കിട്ടും. രാവിലെ ഒരു അരമണിക്കൂർ ഇറങ്ങി വെട്ടിയാൽ മതി, പുരയുടെ മൃതയെ കിടക്കുകയും ചെയ്യും. ആയിക്കോട്ടെ സാറേ, സാർ ആ വീഡിയോ അയച്ചു തരുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ക്ലബ് ചെയ്ത് ഞാൻ ഇട്ടേക്കാം. ആയിക്കോട്ടെ. ഇന്ന് നമ്മുടെ തോട്ടപ്പുഴശ്ശേരി ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്ത് വെച്ച് വർഗീസ് സാറിനെ പരിചയപ്പെടുന്നതിനിടയായി. അദ്ദേഹം നേരത്തെ വിദേശ രാജ്യത്ത് ജോലി ചെയ്യുകയായിരുന്നു, ഡിഫൻസിലൊക്കെ ആയിരുന്നു. ഇന്ന് നല്ലൊരു കർഷകനാണ്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെയൊക്കെ കൃഷി കാര്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അതേപോലെ അനുദ്രോനും ഇവിടെ ഉണ്ട്, നല്ല രീതിയിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അദ്ദേഹവും വിദേശത്തായിരുന്നു. ഇവരാരും നാട്ടിൽ നിന്നിട്ട് വെറുതെ സമയം കളയുന്നില്ല. എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് അവർ സന്തോഷം കണ്ടെത്തുന്നു, മറ്റുള്ളവർക്ക് തൊഴിൽ നൽകുന്നു, അതേപോലെ തന്നെ വരുമാനം കണ്ടെത്തുകയും ചെയ്യുന്നു, ആരോഗ്യത്തോടെ ജീവിക്കുകയും ചെയ്യുന്നു. മോളും ഇതേപോലെ തന്നെ ആള് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു, BSc നേഴ്സാണ്. സാധാരണഗതിയിൽ BSc നേഴ്സുമാരൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയി വിശ്രമിച്ചുകൊണ്ടിരിക്കും. സമൂഹമായിട്ട് ഇടപെടാനായിട്ട് ശ്രമിക്കാറില്ല. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞാൻ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രീതിയിൽ രണ്ടുപേരെ സഹായിക്കുകയും സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന കാണുന്നുണ്ട്. അപ്പം സമൂഹത്തിന് നല്ല ഉപകാരപ്രദമായിട്ടുള്ള നല്ല വ്യക്തിത്വങ്ങളായിട്ട് വളരാൻ മോളെപ്പോലെ എല്ലാവരും ശ്രമിക്കുകയും വേണം. സാറേ, കൃഷി വിശേഷങ്ങളൊക്കെ എന്ന് പറഞ്ഞേ. കൃഷി വിശേഷങ്ങൾ ഞാൻ ഏകദേശം ഒരു 25 വർഷം ദുബൈയിലായിരുന്നു, ഡിഫൻസിലായിരുന്നു. അതിനുശേഷം നാട്ടിൽ വന്നു ഒരു 7 വർഷമായിട്ട് എൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടു. എനിക്ക് 2 മക്കളാണ്. 2 പേരും UK-യിലാണ്. ഒരാൾ എഞ്ചിനീയറാണ്, ഒരു ഡോക്ടറാണ്. അതിനുശേഷം സമയം പോകുന്നതിന് നോക്കിക്കൊണ്ട് എനിക്ക് കൃഷിയാണ് ഏറ്റവും നല്ലതായിട്ട് കണ്ടെത്തിയത്. പ്രത്യേകിച്ച് ഞാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് വെളിയിൽ നിന്ന് മേടിക്കുകയും കഴിക്കുകയും ചെയ്തതിന് ശേഷം ഞാനൊരു 1000 മൂട് ഡ്രാഗൺ ഫ്രൂട്ട്സ് എനിക്ക് താമസ സ്ഥലത്തായിട്ടൊരു 1 ഏക്കർ സ്ഥലമുണ്ട്. അതിനകത്ത് 3/4 ഏക്കർ സ്ഥലത്ത് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷി ചെയ്തു. ഇത് ജൈവ രീതിയിലുള്ള റെഡ് ടൈപ്പ് ഡ്രാഗൺ ഫ്രൂട്ട്സാണ്. നല്ല വരുമാനമുണ്ട്. എനിക്ക് ഇപ്പോൾ സമയം കുറവാണ്. എനിക്ക് ഈ മറ്റു കാര്യങ്ങൾ ചെയ്യാനെ കൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് എൻ്റെ ഈ തൊഴിലിൽ കൂടെ. നിങ്ങളും ഇത് തന്നെ ഈ എന്തെങ്കിലും കൃഷി ചെയ്ത് ജീവിതം പാഴാക്കാതെ മറ്റുള്ളവർക്ക് പ്രയോജനകരമായ രീതിയിൽ തൊഴിൽ കണ്ടെത്തുവാനും കൊടുക്കുവാനും ലാഭം ഉണ്ടാക്കുവാനും നിങ്ങളും ചെയ്യണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ എനിക്ക് അഭിമുഖം തരുവാൻ സാധിച്ചതിൽ സന്തോഷം. നമ്മൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകുന്നതായിട്ടാണ് പൊതുവേ കാണുന്ന കാഴ്ച. അതെ. വർഗീസ് സാറിന് അനുദ്രോനാണ് കുടുംബമായിട്ട് ഒരുമിച്ചാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അല്ലേ? അമ്മച്ചനും അനുദ്രോനും മോളും ഒക്കെയാണ് ഇവിടെ നമ്മുടെ സ്റ്റാളിൽ ഈ ഫെസ്റ്റിവൽ നടക്കുന്ന ഭാഗത്ത് ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളൊക്കെ ഉണ്ട്. നേരത്തെ എവിടെ ആയിരുന്നു? ഞാൻ സൗദിയിലായിരുന്നു, സൗദിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഓക്കെ. ഇപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് കൃഷിയാണ്. ഈ നിൽക്കുന്നത് എൻ്റെ മോളാണ്. എൻ്റെ മോള് തന്നെ പരിപൂർണ്ണമായിട്ട് സഹായിക്കുന്നുണ്ട്. മൂത്ത മോളും സഹായിക്കുന്നുണ്ട്, ഭാര്യയും സഹായിക്കുന്നുണ്ട്. തന്നെത്താനെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. എൻ്റെ വീട്ടിൽ 42 സൈസ് ഫ്രൂട്ട്സുകളുണ്ട്. ഈവൻ മൽബറി വരെ അങ്ങേയറ്റം ആരുടെയും വീട്ടിലില്ലാത്ത മൽബറി വരെ വീട്ടിലുണ്ട്. ഞാനതിൽ വളരെ ഹാപ്പിയാണ്, സന്തോഷവാനാണ്. ഏകദേശം എത്ര സെൻറ്റ് സ്ഥലത്തായിട്ടാണ് കൃഷി ചെയ്യുന്നത്? ഞാൻ 82 സെൻറ്റ് സ്ഥലത്താണ്. 82 സെൻറ്റ് സ്ഥലത്താണ്. ഇതെല്ലാം എനിക്ക് കുറച്ച് കണ്ടമുണ്ട്, മരമുണ്ട്. അവിടെ 187 കൂട് വാഴയുണ്ട്. എനിക്ക് വാഴയുണ്ട്. പിന്നെ പന്നിയുടെ ചെറിയൊരു ശല്യമുണ്ട്. സാരമില്ലല്ലോ, ഇപ്പം എന്തോ ചെയ്യാനാണ്. അത് കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യാം, വാഴ നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് മാംഗോസ്റ്റിനോട് വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ഫ്രൂട്ട്സുകളും വെച്ചുകൊണ്ടിരിക്കുകയാണ്. മാംഗോസ്റ്റിന് വെള്ളം ഉണ്ടെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ലെന്നാണ് അറിയുന്നത്. പരിധിക്കപ്പുറം വെള്ളശല്യം ഉണ്ടാകാതിരുന്നാൽ മതി. അത് ഞാൻ എല്ലാ ഫ്രൂട്ട്സുകളും വെച്ചുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല, നല്ല രൂപത്തിൽ പോകുന്നു. ആയിക്കോട്ടെ. മോൾ എന്ത് പറയുന്നു? ഹാപ്പിയാണോ കൃഷിയിലൊക്കെ? എല്ലാവരും നേരെ അമേരിക്കയ്ക്കും UK-ക്കും ഒക്കെ പോകുന്നുണ്ട്. കൃഷിയുമായിട്ട് ഇവിടെ ഒതുങ്ങിക്കൂടാൻ താല്പര്യപ്പെടുന്നുണ്ടോ അതോ പറന്നു പോകുമോ? താല്പര്യപ്പെടുന്നുണ്ട്. ഇപ്പൊ അപ്പാക്ക് കൃഷി ആയതുകൊണ്ട് സഹായിച്ചൊക്കെ പോകുന്നുണ്ട്. ആയിക്കോട്ടെ, തീർച്ചയായിട്ടും. താങ്ക് യു. ഞാനും ചേച്ചിയമ്മ ഇപ്പോഴ് തോട്ടപ്പുഴശ്ശേരിയിലെ സമൃദ്ധി ഫ്രൂട്ട് ഫെസ്റ്റ് 2025 പങ്കെടുക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. ചേച്ചിയമ്മ ഇവിടെ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്, തീർച്ചയായിട്ടും. സാറിനെയും പമ്പയുടെ സ്റ്റോളും കണ്ടതിൽ അതിൽ അങ്ങേറ്റം സന്തോഷം. എന്തായാലും
ദിവസം 7 പേർക്ക് വരെ ജോലി കൊടുക്കുന്നു എന്നറിയുന്നു. നമ്മുടെ നാട്ടിലെ ഓരോ സംരംഭകരും വളരുന്നതനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിൽ അതനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും അനേകം ആൾക്കാർക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ തന്നെ ചേച്ചിയമ്മ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ പമ്പയിൽ നിന്നും 10 ട്രേഡ് ഡ്രയർ ഇല്ലേ 10 ട്രേഡ് ഡ്രയർ മേടിച്ചു. അതനുസരിച്ച് ഓരോ സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അന്യപ്രദേശങ്ങളിൽ നിന്നും കാർഷിക ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് എത്തുകയും നമ്മുടെ നാട്ടിൽ നിന്ന് അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ട് അന്യ സ്ഥലങ്ങളിലേക്കും അന്യ സംസ്ഥാനങ്ങളിലേക്കും അന്യ രാജ്യങ്ങളിലേക്കും പോകുന്നത് വളരെ സന്തോഷകരമാണ്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആലാക്കാരനും ചേച്ചിയമ്മ പുല്ലൂർ പഞ്ചായത്തുകാരിയൊന്നുമല്ല, ഞങ്ങളൊക്കെ ചെങ്ങന്നൂർക്കാരാണ്. അപ്പം ഈ ഒരു കൂട്ടായ്മ ചെങ്ങന്നൂരിലും കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അവിടെ നമുക്ക് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സൗന്ദര്യമുള്ള നാട് നമ്മുടെയാണെന്നാണ് പറയുന്നത്. കാരണം പുഴകൾ, മലകൾ, വയലുകൾ, പച്ചപ്പ് എല്ലാം ഉണ്ട്. ഇതിനെ തിരികെ പിടിക്കാനായിട്ട് എല്ലാവരും കൂടി ഒരു ശ്രമം നടത്തണം. എങ്ങനെയുണ്ട് തോട്ടപ്പുഴശ്ശേരി ഫെസ്റ്റിവൽ എങ്ങനെയുണ്ട്? തോട്ടപ്പുഴശ്ശേരി ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, സാറിനെ കണ്ടപ്പോൾ ഇവിടെ എന്നോടൊപ്പം സാറും ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതിയായ സന്തോഷം. പമ്പയുടെ സ്റ്റോളും അതിലും സന്തോഷം. പിന്നെ ഇവിടെ എല്ലാവിധ സ്ഥാപനങ്ങളും കിട്ടുന്ന ഒരു സ്ഥലമാണ്. കൃഷിക്ക് ആവശ്യമായത് നമുക്ക് പിന്നെ ഒരുപാട് എക്സ്പോർട്ടേഴ്സിനെയും അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഇവിടെ വന്ന് എനിക്ക് പരിചയപ്പെടാൻ പറ്റി. അപ്പോൾ അതൊരു പ്രചോദനമാണ് നമുക്ക്. ഞങ്ങൾ ചെങ്ങന്നൂർക്കാർ ഇവിടെ 2 പേര്, അതിലും സന്തോഷം. സാറ് പറഞ്ഞ പോലെ ആല, പെരിശ്ശേരി, പുലിയൂരിൽ നിന്നുള്ള വ്യത്യാസം ഇവിടെ ഇല്ല. എവിടെയാണ് വീട്? ചെങ്ങന്നൂർ. ഞങ്ങൾ ചെങ്ങന്നൂരിൽ നിന്ന് വരുന്നു. ഒരുപാട് ചെങ്ങന്നൂർക്കാരെ വിപണികളിൽ വെച്ച് പരിചയപ്പെട്ടവരെയും എല്ലാം ഇവിടെ വന്ന് സാധനങ്ങൾ പലവിധം നോക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്തു. പിന്നെ ഒരുപാട് കർഷകരുടെ എണ്ണം കൂടുന്തോറും നമ്മുടെ നാട് നന്നാവുക ചെയ്യുന്നത്. നല്ല കർഷകർ, പുഴയിലെ വെള്ളങ്ങളൊക്കെ നന്നാകട്ടെ, നല്ല മീനുകളും ഒക്കെ നമുക്ക് ലഭിക്കട്ടെ, നല്ല ഒരു നാടായി തീരട്ടെ നമ്മുടെ കേരളം. അപ്പോൾ അത്ര ഒരു ആശംസകൾ നേരുകയുള്ളൂ. ഈ ഫുഡ് ഫെസ്റ്റിൽ വന്നു എനിക്ക് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. എൻ്റെ സ്വാദ് ഒരുപാട് പേർക്ക് ആസ്വദിക്കാൻ പറ്റി. അതിലും ഒരു സന്തോഷം. ചേച്ചിയമ്മ ആരാന്ന് പലർക്കും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് അവർക്ക് എന്നെ കണ്ടപ്പോഴും ഒരുപാട് സന്തോഷം. പിന്നെ ഇവിടെ ലൈവായിട്ട് ആദ്യമായിട്ട് സാൻഡ്വിച്ചൊക്കെ ഉണ്ടായിരുന്നു. അവോക്കാഡോ സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു. ഫ്രൂട്ട് ഫെസ്റ്റ് അല്ലേ, അപ്പോൾ ഒരു പ്രത്യേകത വേണമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ അവോക്കാഡോ സാൻഡ്വിച്ചുമായിട്ടാണ് ഞാൻ എത്തിയത്. ഫ്രൂട്ട് സലാഡ് ഉണ്ടായിരുന്നു അതൊക്കെ ദിവസവും ആൾക്കാർ വാങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ പതിവ് പോലെ എന്നെ ഹൈലൈറ്റ് ആക്കി എൻ്റെ കട്ട്ലറ്റ്സ്, പിന്നെ മൗണ്ട, ചമ്മന്തിപ്പൊടി, ഇതിനെല്ലാം നല്ല അഭിപ്രായങ്ങൾ ആൾക്കാർ പറയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എനിക്ക് ഏറെയാണ്. പിന്നെ ഒപ്പം സാർ ഈ വീഡിയോ എടുക്കുന്ന കാണുമ്പോൾ അതിലും സന്തോഷമാണ്. ഓക്കെ, അപ്പം ഞാനെന്ന് പറഞ്ഞോട്ടെ, ഞാൻ പമ്പയുടെ സ്റ്റാളുമായിട്ട് ബന്ധപ്പെട്ട് അപ്പുറത്ത് നിൽക്കുന്ന സമയത്ത് ആൾക്കാരിങ്ങനെ വന്നിട്ട് ഇതാണ് ചേച്ചിയമ്മ എന്നൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ തീർച്ചയായിട്ടും എനിക്കതിനകത്ത് വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാ സംരംഭകരെയും നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. കാരണം ഇവിടെ ഞാനവിടെ നിൽക്കുമ്പോൾ എന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും, കാരണം എൻ്റെ ഫേസ് അധികമൊന്നും വരാറില്ലല്ലോ, എന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ട സംരംഭകരെ ആൾക്കാരെ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് വാക്കുകൾക്ക് അതീതമാണ്. എന്തായാലും നമ്മളിവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ആലാവിനുടെ തുടക്കം മുതൽ തന്നെ നമ്മുടെ ഫിലിപ്പ് സാർ, അതായത് മനു, സുരേഷ് സാറ്, അങ്ങനെ പല ആൾക്കാരും നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. ഇവരെയൊക്കെ ഇവിടെ വെച്ച് കാണുന്നതിനും അവർ മുഖേന കൂടുതൽ ആൾക്കാരെ പരിചയപ്പെടുന്നതിനും നമുക്ക് സാധിച്ചു. എന്തായാലും വീണ്ടും അടുത്ത വർഷം ഇതിനെക്കാട്ടിൽ നല്ല രീതിയിൽ സമൃദ്ധി ഫ്രൂട്ട് ഫെസ്റ്റ് 2006 ആഘോഷിക്കാൻ ഇവർക്ക് സാധിക്കട്ടെ. നമ്മുടെ വിപണിയിൽ നിന്ന് കൂടുതൽ സംരംഭകരെ ഇവിടെ എത്തുന്നതിന് ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഇത് നമ്മുടെ സുരേഷ് സാറ്, ചെങ്ങന്നൂർക്കാർ അത്യാവശ്യം പരിചയപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ്. നമ്മുടെ ദീപുവിൻ്റെ മമ്മിയുടെ സിസ്റ്ററിൻ്റെ മകനാണ്. കുറിയന്നൂരാണ് താമസം. കൃഷി സ്വല്പം ഒന്ന് തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ്. വലിയൊരു കർഷകരാണ് കുറിയന്നൂർ ഭാഗത്ത്. സാറിനെ നമ്മുടെ ആലാലെ വിപണിയുടെ കൂട്ടായ്മയ്ക്ക് തുടർച്ചയായിട്ടാണ് കാണുന്നതിനും പരിചയപ്പെടുന്നതിനും സാധിച്ചത്. അതിന് തുടർച്ചയായിട്ടുള്ള വലിയൊരു ഗ്രൂപ്പിനെ തന്നെ പരിചയപ്പെടുന്നതിന് സാധിച്ചു. സാറിൻ്റെ കൃഷി വിശേഷങ്ങൾ, അതേപോലെ തന്നെ വിപണിയുടെ ആവശ്യകത, ഇടനിലക്കാരില്ലാത്ത മാർക്കറ്റിംഗ്, ഇങ്ങനെയുള്ള സങ്കല്പങ്ങളൊന്ന് പങ്കുവെച്ചു തന്നെ. ഇത് ഞാൻ ആക്ച്വലി ഇപ്പം പച്ചക്കറി കൃഷിയാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എൻ്റെ പാഷനായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കാരണം നമ്മുടെ നാട്ടിലുള്ളവർക്ക് വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം. ഞാനും എൻ്റെ വൈഫും ഞങ്ങൾ ഒരുപാട് ഇൻട്രസ്റ്റഡാണ് ഈ കൃഷി ചെയ്യാനായിട്ട്. ഇപ്പം കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ ഞങ്ങളുടെ കഴിഞ്ഞ ടൈമിൽ ഒരു കൃഷി ചെയ്യുന്ന ഏകദേശം 350 കിലോ കുക്കുംബർ, ഒരു 150 കിലോ വാട്ടർമെലന്, ഏകദേശം 100 കിലോ പാവയ്ക്ക, പയർ ഏകദേശം ഒരു 300 കിലോ, പടവലം, ഇതെല്ലാം കൃഷി ചെയ്ത് വളരെ ഭംഗിയായിട്ട് തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ഈൽഡ് എടുക്കാൻ തന്നെ പറ്റി. അത് വലിയ സന്തോഷം.
കൂട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടവർക്കും ഒക്കെ കുറേ കടക്കാർക്കും ഒക്കെ കൊടുത്ത് ഒരുപാട് സന്തോഷകരമായിട്ടുള്ള അനുഭവമായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു ടൈം കഴിഞ്ഞ് ഇനി അടുത്ത ടൈമിലേക്കുള്ള ഒരുക്കത്തിലാണ് ഞാൻ. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി പേരുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ടൂടെ സാധിച്ചു. അതായെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് കൃഷി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ട് വിഷമൊന്നും ഉപയോഗിക്കാതെ നല്ല രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും അങ്ങനെയുള്ള ഭക്ഷ്യവസ്തുക്കൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് അവരുടെ ആരോഗ്യവും അവരുടെ സന്തോഷവും അവരുടെ കുടുംബവും എല്ലാം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയും കൂടെ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? അതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. നേരത്തെ എവിടെയായിരുന്നു? നേരത്തെ ഞാൻ അബുദാബിയിലായിരുന്നു. അവിടുന്ന് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന് റിട്ടയറായിട്ട് നാട്ടിൽ സെറ്റിലായി. അത് കഴിഞ്ഞപ്പോഴാണ് നേരത്തെ ഞങ്ങളുടെ മനസ്സിലൊരു ഉദ്ദേശമായിരുന്നു, ഒരു കൃഷിക്കാരൻ, എൻ്റെ ഫാദറൊക്കെ കൃഷിക്കാരനായിരുന്നു. ആ ഒരു പാരമ്പര്യം എൻ്റെ മനസ്സിലിപ്പോഴും എൻ്റെ രക്തത്തിലുണ്ട്. അതായത് നമ്മുടെ നാടിനെയും മണ്ണിനെയൊക്കെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വം അല്ലേ? അതെ 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 അതെ. പല ആൾക്കാരും അബുദാബിയിൽ നിന്നൊക്കെ നേരെ കുടിയേറി അന്യരാജ്യത്തേക്ക് പോകുന്നുടനെ സ്വന്തം മണ്ണ് തേടി തിരികെ വന്ന് നമ്മുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ 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 അതെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഇതിൻ്റെ വില 10,000 ആണ്. 8,500 നമ്മുടെ സെയിൽ പ്രൈസ്. ഇലക്ട്രിക്കല്ല, ബാറ്ററി. അതുകൊണ്ട് നമ്മുടെ പുരയുടെ അല്ല സാർ, ഇതിൻ്റെ ഒരു സെറ്റ് വാഷർ കിട്ടുമല്ലോ, വേറെ ഒരു സെറ്റ് വാഷറായിട്ട് വാങ്ങിക്കാൻ പറ്റും. 5-6 പീസ് ഉണ്ടായിരുന്നു. NSSൻ്റെ യൂണിയനൊക്കെ ഇത് സർവീസ് കിട്ടും അവിടെ നിന്ന് തന്നെ. അതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ട് അതൊന്നും ചോദിച്ചാൽ ഷോപ്പിൽ പുതിയ നമുക്ക് ചെയ്യാം. നമ്മൾ ഉപയോഗിക്കും. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ പെസ്റ്റിസൈഡൊക്കെ ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞു